ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോയുടെ ലെങ്ത്ത് കാണുമ്പോൾ തന്നെ ആരും മുഖം ചൊളിക്കാനൊന്നും നിൽക്കണ്ട. ഇത് ആ ഒരു വലിയ ലോങ് വീഡിയോൻ്റെ ഒരു പാർട്ട് 1 ആണ്. പാർട്ട് 2 രാത്രി വരും. ഓക്കെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഷാഡോ സെക്റ്റ് അവരുടെ എനിമീസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിച്ച് കൊല്ലാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചോ. ലാസ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മറന്നു പോകും. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മൊയോൺ ചിയോണിനെയും ജിനിയോൺ മോനെയും കൂട്ടി പ്രൊഫസർമാരൊരു കാട്ടുക്ക് ഇങ്ങനെ പോണതാണ് കാണിക്കുന്നത്. എനിക്ക് വരുന്ന ആ സ്മെല്ല് അത് ബ്ലഡിൻ്റെ ആണോ? പെട്ടെന്നാണ് ജിനിയോൺമു ആ കാര്യം കണ്ട് ഞെട്ടിയത്. നോക്കുമ്പോൾ അവിടെ കുറച്ച് ഡെഡ് ബോഡീസ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു അവൻ. ഈ ആളുകളൊക്കെ എങ്ങനെ മരിച്ചത്? വാർഡൻ ചിയോൺ, ക്യാപ്റ്റൻ മോ, ഗ്രീറ്റിംഗ് സാർ. ഞാൻ നേരെ കാര്യത്തിലോട്ട് വരാം. നിങ്ങൾ രണ്ടുപേരുമാണോ ഇത് ചെയ്തത്? സാർ, ഇവിടെ എന്ത് നടക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ജിനിയോണും ഞാനും പേഴ്സണൽ ട്രെയിനിങ് റൂമിലായിരുന്നു. അവിടെ നിന്ന് ഒഫീഷ്യൽ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയില്ല എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ളത്. ഒരാളും ഞങ്ങളോട് പറഞ്ഞില്ല എന്താ കാര്യം എന്നുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങളും ഞങ്ങളിങ്ങനെ കുറ്റവാളിയാക്കുകയാകുമ്പോൾ ഞങ്ങൾക്കിത് ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. ആ ബോഡി കണ്ടപ്പോൾ ജിനിയോണൊന്ന് ശരിക്കും ഞെട്ടി. യൂജിക് ഹാങ്, അവൻ്റെ വലത്തെ കൈ മുറിച്ചിട്ടുണ്ടല്ലോ. അവൻ ബ്ലീഡ് ഔട്ടായിട്ടാണോ മരിച്ചത്? പക്ഷേ അവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുകയാണല്ലോ. ഇത് പോയിസൺഡായിട്ടാവാൻ മരിക്കാനാണ് സാധ്യത. ഇതെന്താ യൂജിക്? യോവണല്ലേ ഇവിടെ വരേണ്ടത്? അടുത്ത് കാണിക്കുക. അവരെല്ലാവരും കൂടി അടുത്ത ബോഡി കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. പ്യോയും മരിച്ചിട്ടുണ്ടല്ലോ. അത് മ്യൂസിഷ്യൻ സെക്റ്റിൻ്റെ സീക്രട്ട് ഡിമോണിക് സോൺ സോഡല്ലേ? അതെന്താ ഇവിടെ ചെയ്യുന്നത്? കോപ്പ്, ഇത് പ്യോയും യോജിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് മരിച്ച രീതിക്കാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ തെറ്റായിട്ടുള്ള എന്തോ കാര്യം നടന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ബോഡി കാണിക്കുക. അവൻ്റെ ബേക്കിൽ ആ ചോര പുരണ്ട പാട്, അത് ഷാഡോ സെക്റ്റിൻ്റെ ഫ്ലോയിങ് ഡാർക്ക് ക്ലൗഡ് പാം ടെക്നിക്കിൻ്റെ 4th ഫോമാണ്. ആ ടെക്നിക്കിൻ്റെ മാർക്സൊക്കെ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ഞാനും ബ്രദറുമാണ് ഇവരൊക്കെ കൊന്ന പേരിൽ കുറ്റവാളികളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, കൂടുതൽ റിയാക്ട് ചെയ്യണ്ട. ഇതൊരു ട്രാപ്പാണ്. ട്രാപ്പോ? ലൈബ്രറിയുടെ 5th ഫ്ലോറിൽ ഫ്ലോയിങ് ഡാർക്ക് ക്ലൗഡ് പാമിൻ്റെ ഒരു മാനുവലുണ്ട്. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അതുകൊണ്ട് ഓവർ റിയാക്ട് ചെയ്യണ്ട. നീ മിണ്ടാതിരുന്നാൽ മതി. യോവോൺ ചിയോൺ, നീ ചെയ്തതെന്തായാലും ഒരു സ്മാർട്ട് സ്കീമാണ്. പക്ഷേ ഫ്ലോയിങ് ഡാർക്ക് ക്ലൗഡ് പാം യൂസ് ചെയ്താണ് നീ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ബ്രദർ പറഞ്ഞത് ശരിയാണ്. യോവോണ് 5th എക്സാമിനേഷൻ പാസ്സായതുകൊണ്ട് തന്നെ അവൻ ഫ്ലോയിങ് ഡാർക്ക് ക്ലൗഡ് പാം പഠിച്ചിട്ടുണ്ടാവും. ഇനി അവസാനത്തെ ബോഡി കാണിക്കുക. അത് കണ്ടപ്പോഴാണ് ശരിക്കും അവർ രണ്ടുപേരും കൊണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിന്നു. ഇവിടെ എന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കണത്? നോക്കുമ്പോൾ അത് ആ പോയിസൺ സെക്റ്റത്തെ പിൻഗാമിയുടെ ബോഡിയായിരുന്നു. അതിലെ ടെക്നിക്ക് കണ്ടിട്ടാണ് അവരാകെ ഞെട്ടി നിൽക്കുന്നത്. ആ പാം വൗണ്ട്സൊക്കെ ഫ്ലോയിങ് ഡാർക്ക് ക്ലൗഡ് പാം കൊണ്ട് ഉണ്ടായതാണ്. അതുപോലെ സോഡ് വൗണ്ട്സൊക്കെ ഡിസ്ട്രക്റ്റീവ് ഡിമോണിക് ഷാഡോ സോഡ് കൊണ്ടും. ഇപ്പോഴാണ് ശരിക്കും മൊയോൺ ജിയോണിന് ആകെ ദേഷ്യം വന്നത്. ഇത് റൈറ്റ് സോഡ് ആൻഡ് ലെഫ്റ്റ് പാമിൻ്റെ വർക്കാണ്. 6 സെക്റ്റിൽ വെച്ച് ഷാഡോ സെക്റ്റിനാണ് അവരിൽ ഹയസ്റ്റ് റാങ്ക്. ഷാഡോ സെക്റ്റിൻ്റെ ചീഫും ഫസ്റ്റ് എൽഡറുമായ ജിൻവോൺമു, അദ്ദേഹത്തിനാണ് ഈ കൾട്ടത്തെ ഗ്രേറ്റസ്റ്റ് മാർഷൽ ആർട്ടിസ്റ്റിൻ്റെ 2nd സ്പോട്ട് കിട്ടിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ 2 കൈയിലും 2 ടെക്നിക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാനുള്ള കഴിവ് കൊണ്ടാണ്. അദ്ദേഹത്തിന് റൈറ്റ് ഹാൻഡ് കൊണ്ട് സോഡ് ടെക്നിക്കും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പാം ടെക്നിക്കും യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ തിരിച്ചും. ഷാഡോ സെക്റ്റിൽ തന്നെ ജിൻവോൺമോക്കും മൊയോൺ ചിയോണിനും മാത്രമേ ഉള്ളൂ ഈ ടെക്നിക്ക് അറിയുക. തേർഡ് എക്സാമിനേഷന് യെല്ലോ ബാഡ്ജ് എടുക്കുന്ന ടൈമിൽ മൊയോൺ ചിയോൺ ഈ ടെക്നിക്ക് ഒരു വട്ടം കാണിച്ചിട്ടുണ്ട്. ഇത് നീ എങ്ങനെയാടാ ചെയ്ത് യോവോൺ? അവനാകെ ഒരു വട്ടം മാത്രമേ ഈ ടെക്നിക്ക് കണ്ടിട്ടുള്ളൂ, അതും 3 വർഷം മുന്നേ. എന്നിട്ടും അവൻ എങ്ങനെ ഇത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ച്? എൻ്റെ ഗ്രാൻഡ് ഫാദറിന് പോലും ഇത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സാർ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാപ്പാണ്. വാർഡൻ ചിയോൺ ഇത്രയും നേരം ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം റൂമിൽ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഇവരെയൊക്കെ കൊല്ലുന്നത്? ട്രാപ്പോ?
നീ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നിന്റെ സംസാരം കേട്ടിട്ട് ഇവരൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനാന്നുള്ളത് നിനക്ക് അറിയാമെന്ന് തോന്നുന്നു. ഓ, ഞങ്ങൾ തീർന്നു. ഇവിടെ ഞങ്ങളെ പേര് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞങ്ങളാണെന്നുള്ളത് പറയേണ്ടി വരും. ഇതിൻ്റെ പേരിൽ ബ്രദർ ഈ അക്കാഡമിയിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ അത് യോവൂണിന് മൈനർ പ്രീസ്റ്റ്ഹുഡ് കിട്ടാനുള്ളൊരു ചാൻസായി മാറും. എന്ത് തന്നെ വന്നാലും ബ്രദറിനെ പുറത്താക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു സോളിഡ് എവിഡൻസ് ഇല്ലാതെ എക്സ്ക്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ കൂടുതൽ സംശയം തോന്നുന്നുണ്ട്. പ്രൊഫസേഴ്സ്, അവരെ ഇവിടുന്ന് കൊണ്ടുപോ. വെയിറ്റ്, അത് യോവൺ ചിയോണാണ്. അവനാണ് ഈ മൊത്തം സ്കീം ഉണ്ടാക്കിയത്. സർ ലീ പ്രൊഫസർമാരോട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ് അവനോട് മിണ്ടാതിരിക്കാൻ. ഇപ്പം ഞങ്ങൾക്കിവിടെ വേറെ ചോയ്സ് ഇല്ല എന്നാണ് തോന്നുന്നത്. പോയിസൺ സെക്ടത്തെ ചോൽഗുബേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വന്നായിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞിരുന്നു യോവൂണിനെ സീക്രറ്റ്ലി പോയിസൺ ചെയ്ത് ഒരു ടൈം കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും പാടെ അവനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യണമെന്ന്. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്കീമിൽ പാർട്ടാവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഡിക്ലൈൻ ചെയ്ത് കളഞ്ഞതാ. അത്രയും ഞങ്ങൾക്കറിയൂ. വേറൊന്നും ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ഇവർ മരിച്ചത് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ യോവൂണിനാണ് ഇവരെ കൊല്ലാനുള്ള റീസൺ ഉള്ളത്. നിങ്ങളത് മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കൂ. ഞങ്ങളെ മാത്രം ഇവിടെ സസ്പെക്റ്റാക്കി നിൽക്കുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. ക്യാപ്റ്റൻ മൂ, നീ എന്താ എന്നെ ഒരു ഫൂളായിട്ടാണോ കാണുന്നത്? ഈ ഡെഡ് ബോഡീസിനൊന്നും സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് നിനക്ക് വായി തോന്നിയത് എന്തും വിളിച്ചു പറയാമെന്നാണോ നീ കരുതിയത്? ഈ ബോഡി കണ്ടുപിടിച്ചത് ആരാന്ന് നിനക്കറിയോ? അത് പ്രൊഫസർമാരല്ലേ? എൽഡർ ചിയോണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിനെയും വാർഡൻസിനെയും കൂട്ടി എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇല്ല, അങ്ങനെ വരെ ഒരു വഴിയില്ല. യോവൂണാണ് ശരിക്കും ഇവിടുത്തെ കുറ്റവാളി. പിന്നെന്തിനാ അവനെ അങ്ങനെ ചെയ്തത്? നീ എന്തുകൊണ്ടാണ് ഞാനാണ് ഇവിടുത്തെ കുറ്റവാളിയെന്ന് ചിന്തിക്കണത്? പെട്ടെന്ന് യോവൂൺ അവരുടെ മുന്നിൽ കണ്ടു വന്നു നിന്നു. എല്ലാവരും യോവൂണിനെ ഗ്രീറ്റ് ചെയ്യാൻ തുടങ്ങി. കോപ്പ്, വാർഡൻ ചിയോൺ, ക്യാപ്റ്റൻ മൂ, ഇങ്ങനെ റൂഡായി നിൽക്കരുത്. അവർക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ യോവൂണിനെ ഗ്രീറ്റ് ചെയ്യാനേ താല്പര്യമില്ല. എൽഡർ ചിയോണിനെ ഗ്രീറ്റ് ചെയ്യ്, സർ ലീ ദേഷ്യത്തിൽ പറഞ്ഞു. ഗ്രീറ്റിംഗ്സ് എൽഡർ ചിയോൺ. ക്യാപ്റ്റൻ മൂ, നിങ്ങൾ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ ഇത് പോയ്സൺ സെക്റ്റും സേബർ സെക്റ്റും മ്യൂസിഷ്യൻ സെക്റ്റും ഷോർട്ട് സെക്റ്റും സെറ്റ് ചെയ്തൊരു ട്രാപ്പാണെന്ന്. പിന്നെ ഞാനാണ് അവരെല്ലാവരും കൊന്നതെന്നും അല്ലേ? ഞാൻ ഈ ബോഡികളൊക്കെ ഒന്ന് അടുത്ത് പോയി കണ്ടോട്ടെ? ഓ, അതിനെന്താ, ഇതുവഴി വരൂ. ഇത് കണ്ടിട്ട് ക്യാപ്റ്റൻ യാങ് ഗാങ്ബുവിൻ്റെ സേബർ ടെക്നിക്ക് കൊണ്ട് ക്യാപ്റ്റൻ യോജിക് ഹാങ്ങിൻ്റെ കൈ കട്ട് ചെയ്ത പോലെ ഉണ്ട്. അതിനുശേഷം ക്യാപ്റ്റൻ ചോൽഗുബേക്ക് പോയ്സൺ ചെയ്ത പോലെയുണ്ട്. പിന്നെ ക്യാപ്റ്റൻ പ്യോഗ്യോങ് ആണെങ്കിൽ ക്യാപ്റ്റൻ യോജിക് ഹാങ്ങിൻ്റെ സീക്രട്ട് ഡീമൺ സോൺസോഡ് ഹേർട്ടിൽ വന്ന് കൊണ്ട് മരിച്ചതുപോലെ ഉണ്ട്. ഇവിടെ എന്തോ ശരിയല്ല. ക്യാപ്റ്റൻ യാങ് ഗാങ്ബുവിൻ്റെ മുറിവുകളൊക്കെ കാണുമ്പോൾ ഷാഡോ സെക്റ്റിൻ്റെ ഫ്ലോയിങ് ഡാർക്ക് ക്ലൗഡ് പാമാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അതിൻ്റെയൊക്കെ മേലെ അദ്ദേഹത്തിൻ്റെ തല തന്നെ ക്രഷായി പോയിട്ടുണ്ട്. ഫൈനലി ക്യാപ്റ്റൻ ബാക്ക് മരിച്ചത് ഇൻറ്റേർണൽ ഇഞ്ചുറിയും ബ്ലഡ് ലോസും കാരണം കൊണ്ടാണ്. അത് ഷാഡോ സെക്റ്റിൻ്റെ സീക്രട്ട് ടെക്നിക്കായ റൈറ്റ് സോഡ് ലെഫ്റ്റ് പാം കൊണ്ട് അറ്റാക്ക് ചെയ്തിട്ട്. അത് സ്ട്രെയിഞ്ചായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ക്യാപ്റ്റൻ മൂ? നിങ്ങൾ പറഞ്ഞതുപോലെ ഇവരെയൊക്കെ കൊന്നത് ഞാനാണെങ്കിൽ എനിക്ക് ഒരുപാട് വെറൈറ്റി ടൈപ്പിലുള്ള മാർഷൽ ആർട്സ് പഠിക്കേണ്ടതായിട്ട് വരുമല്ലോ. പക്ഷേ ഇവിടെ പ്രൊഫസർമാരുടെ ഡിഡക്ഷൻ ഒഴിവാക്കിയാൽ ഞാൻ ആകെ കാണുന്നത് ഈ 5 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ടുള്ളൊരു ബ്ലഡ് ബാത്ത് മാത്രമാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് എന്താണ് നേരത്തെ അങ്ങനെ ഫീൽ ചെയ്തെന്നുള്ളത്. എടാ യോവൂൺ, ആദ്യം ഞാൻ വിചാരിച്ചത് അവൻ എന്നെ എലിമിനേറ്റ് ചെയ്യാൻ പോവുകയെന്ന. കാരണം മൈനർ പ്രീസ്റ്റ്ഹുഡിന് അവസാനം വരെ അവനെ എതിർത്ത് നിന്നത് ഞാൻ മാത്രമാണ്. പക്ഷേ ഈ ബോഡിയൊക്കെ അവരവരുടെ സെക്റ്റിക്ക് പോവുകയാണെങ്കിൽ ഈ ബോഡിയിൽ കാണുന്ന മുറിവുകൾ വെച്ചിട്ടാവും അവരെ ആരാണ് കൊന്നതെന്നുള്ളത് അവർ തീരുമാനിക്കുക. അപ്പം ഇവിടെ നിൻ്റെ ശരിക്കുള്ള ട്രൂ ഗോള് ആ 5 സെക്റ്റിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിക്കുക എന്നുള്ളതായിരുന്നുല്ലേ? അവൻ ഞങ്ങളുടെ പ്ലാനെ ഞങ്ങൾക്കെതിരെ തന്നെ യൂസ് ചെയ്യാണ്. എടാ യോവൂൺ, ഇവരെ രണ്ടുപേരും ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. യെസ് സാർ. പിന്നെ നമ്മൾ കാണിക്കുന്നത് അക്കാഡമി ഡെപ്യൂട്ടി ഓഫീസാണ്. ആ 4 ബോഡിയും അവരവരുടെ സെറ്റിക്ക് അയച്ചിട്ടുണ്ട് സാർ. അതുപോലെ പാട്രിയാർക്കും
മറ്റുള്ള എൽഡേഴ്സും തിരിച്ചു വരുന്നവരെ മുയോൺ ചിയോണും ജിൻയോൺമും ഡിറ്റൻഷൻ സെൻറ്ററിലായിരിക്കും എന്നുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അയച്ചിട്ടുണ്ട്. എന്തൊരു സ്കീമാണിത്! ഈ ബോഡി കണ്ടതുകൊണ്ട് മാത്രം ആർക്കും പറയാൻ കഴിയില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ക്യൂരിയസ് ആയി നിൽക്കുക. ഒരു തവണ മാത്രം കണ്ട കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം പെർഫെക്റ്റായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ ഒരു ജെനസിസ് മാസ്റ്റർക്ക് പോലും സാധിക്കില്ല. അതിൻ്റെ ഒക്കെ മേലെ അത് വെറും ഒരു ഓർഡിനറി ഫോമല്ല, അത് ഷാഡോ സെക്റ്റിൻ്റെ ഒരു സീക്രട്ട് ടെക്നിക്കായ ലെഫ്റ്റ് സോഡ് റൈറ്റ് പാമാണ്. ആ 5 സെക്റ്റിൻ്റെ ഇടയിലൊരു ഫൈറ്റിന് ഈ ഇൻസിഡൻറ്റ് കാരണമാവുന്നുള്ളതിന് ഒരു സംശയവുമല്ല. പാട്രിയാർക്ക് തന്നെ ഈ സെക്റ്റുകളൊക്കെ വീക്കാക്കാൻ വേണ്ടി കുറേ എഫേർട്ട് എടുത്താൽ, പക്ഷേ യോവൂണാണെങ്കിൽ ഈ അക്കാഡമിയിൽ നിന്നിട്ട് തന്നെ ഈ സെക്റ്റുകളൊക്കെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. അവനിപ്പോൾ ശരിക്കും ഫുള്ളി മെച്യൂർഡായിട്ടുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് പോയിസൺ സെക്റ്റിൻ്റെ മാനറാണ്. അവിടെ ചോൽഗുബേക്കിൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ ബോഡി കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ഇനിയും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഫാദറിൻ്റെ മോർണിംഗ് കഴിയണവരെങ്കിലും ഇത് മാറ്റി വെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ലൈന് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. മൈനർ ചീഫ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഷാഡോ സെക്റ്റ് ഇനിയും നമ്മളോടൊപ്പം ഇങ്ങനെ കളിക്കുന്നത് നമുക്ക് അനുവദിച്ചുകൂടാ. എനിക്കുറപ്പാണ്, എല്ലാവർക്കും അറിയായിരുന്നു ആ ഷാഡോ സെക്റ്റത്തെ ലേഡിമോ വരുന്നവർക്കും ചീഫ് 6th എക്സാമിനേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലിന് വരാൻ വരെ അവൾക്ക് ധൈര്യം ഉണ്ടായി. അവൾ നമ്മൾ പോയിസൺ സെക്റ്റുകാരൊക്കെ പുച്ഛത്തോടെയാണ് കാണുന്നത്. അവളുടെ തല നമ്മളെടുത്താലേ ഉള്ളൂ ഫാദറിൻ്റെയും ചോൽഗുവിൻ്റെയും സ്പിരിറ്റ് ഫൈനലി ഒന്ന് റെസ്റ്റ് ചെയ്യുള്ളൂ. മൈനർ ചീഫ്, ഞാനിത് ഈ മോർണിംഗിൻ്റെ ഇടയിൽ പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഷാഡോ സെക്ടർ ചീഫും അവരുടെ പകുതി ആൾക്കാരും ഇപ്പോൾ അവിടെ ഇല്ല. ഇങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് എന്തായാലും അവരുടെ എതിരെ നിൽക്കാൻ സാധിക്കും. ബ്രദർ, എനിക്ക് ഉറപ്പുണ്ട് അവരെന്തായാലും ചിന്തിച്ചിട്ടുണ്ടാവുക നമ്മുടെ നിഫ്യുവിൻ്റെ ഫ്യൂണറലിൽ ബിസി ആയിട്ടുള്ളതായിട്ടും. ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ് ചെയ്ത് കളഞ്ഞൂടാ. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഫസ്റ്റ് നമുക്ക് ചോലുവിൻ്റെ ഫ്യൂണറൽ നടത്താം. അതിനുശേഷം ഈ കൾട്ടിൽ സ്പ്രെഡായി കിടക്കുന്ന നമ്മളുടെ എല്ലാ ആൾക്കാരെയും നാളെ 2 മണിക്ക് ഒരുമിച്ച് കൂട്ടണം. പിന്നെ നമ്മളെ കാണിക്കുന്നത് അടുത്ത ദിവസം 4 മണിയാണ് ഷാഡോ സെക്റ്റിൻ്റെ മാനർ. ഷാഡോ സെക്റ്റിൻ്റെ ചീഫ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് അവരെല്ലാവരെയും തീർക്കാൻ പറ്റും. ഒറ്റയടിക്ക് തന്നെ അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് നമ്മളെല്ലാവരും കയറണം. യെസ് മൈനർ ചീഫ്. പിന്നെ നോക്കുമ്പോൾ അവരെല്ലാവരും ഇവിടെ അറ്റ് എ ടൈം ഷാഡോ സെക്റ്റിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് കയറാൻ തുടങ്ങി. ബ്രദർ, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും ദൂരം അവരുടെ മാനർക്ക് വന്നിട്ടും ഒരാളെ പോലും കാണാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ അത് അവരൊന്ന് തിരിഞ്ഞു നോക്കിയതും ഒരു ലോഡ് അമ്പുകൾ ആകാശത്ത് നിന്നുകൊണ്ട് വരുന്നത് കാണാൻ സാധിച്ചു അവർക്ക്. ഇതൊരു ട്രാപ്പാണ്. ഈ ആരോസിലൊക്കെ അവരുടെ ഇൻറ്റേർണൽ എനർജി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്ത് വില കൊടുത്തു അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. കുറേയൊക്കെ അവരാ അമ്പിനെ വെട്ടി വീഴ്ത്താൻ തുടങ്ങി. പക്ഷേ ചിലവരുടെ മേത്തൊക്കെ അത് വന്ന് പതിക്കുന്നുണ്ട്. കുറേ പേര് എന്നിട്ട് അതിൽ മരിച്ചുപോയി. കുറച്ച് പേര് മാത്രം ബാക്കിയായി. ഈ ഷാഡോ സെക്റ്റ് ബാസ്റ്റേഡ്സ് നമ്മളവരെ അറ്റാക്ക് ചെയ്യുമെന്നുള്ളത് അവർക്ക് ഓൾറെഡി അറിയാമായിരുന്നോ? നമ്മൾ ഓൾറെഡി ഇവിടെ എത്തി. ഇനി നമുക്ക് തിരിച്ച് ഓടാൻ സാധിക്കില്ല. മരിക്കുന്നത് വരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഷാഡോ സെക്റ്റിലുള്ള ആൾക്കാർ വന്ന് പോയിസൺ സെക്റ്റിലത്തെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പൂച്ച വന്ന് ഒതുങ്ങി നിന്ന എലി പോലും അതിനെ വന്ന് കടിക്കുന്നുള്ളത് അപ്പോൾ സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളെല്ലാവരും സ്ട്രഗിൾ ചെയ്യുകയാണെന്നുള്ളത് എനിക്കറിയാം. ആ വന്ന ആളാണെങ്കിൽ അവർ ഓരോരുത്തരായിട്ട് അടിച്ച് വീഴ്ത്താൻ തുടങ്ങി. പക്ഷേ നിങ്ങൾ എന്തൊക്കെ ഹാർഡായിട്ട് ട്രൈ ചെയ്താലും നിങ്ങളെല്ലാവരും ഇപ്പോഴും വെറും എലി മാത്രമാണ്. ഓ, അപ്പോൾ നീയാണല്ലേ പോയിസൺ സെക്റ്റത്തെ മൈനർ ചീഫ്? അയാൾ ആ മൈനർ ചീഫിനെയും അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി. മൈനർ ചീഫ്, ബ്രദർ! മൈനർ ചീഫിനെ വരെ വീഴ്ത്തിയപ്പോൾ അവരെല്ലാവരും ഞെട്ടി. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് എല്ലാം നടന്നത്. എന്ത് ബോറിങ്ങാണിത്. നമ്മുടെ ചീഫിൻ്റെ ആബ്സെൻസ് അവർക്ക് ശരിക്കും നല്ലൊരു ചാൻസ് ആണെന്ന് അവർ വിചാരിച്ചു. ലേഡിമോ, എടി ദ്രോഹി, ചാവട. ലേഡിമോ ഒറ്റടിക്ക് അവർ 2 പേരും അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി. നീ മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ ബാക്കി. മൊട്ടിൽ നിൽക്കടാ നീ. എനിക്കിത് വിശ്വസിക്കാനേ കഴിയണില്ല. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഷാഡോ സെക്റ്റിൽ ഇതുപോലെ ഫുള്ളായിട്ട് മോൺസ്റ്റേഴ്സാണെന്നുള്ളത്. എടി നീ
നമ്മുടെ പാട്രിയാർക്കിൻ്റെ ഫസ്റ്റ് വൈഫ് എന്നുള്ളത് മാറ്റി നിർത്തിയ നീ ഒന്നുമല്ലെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ നിൻ്റെ ട്രൂ സ്ട്രെങ്ത് ഹൈഡ് ചെയ്ത് നിൽക്കുമായിരുന്നോ? ഹൈഡ് ചെയ്യേ? ഞാനത് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ തമാശ പറയും. നോക്കുമ്പോൾ പെട്ടെന്ന് ലേഡിയമോ അവൻ്റെ തല എന്നെ അങ്ങോട്ട് വെട്ടി മാറ്റി. ഞാൻ തമാശ പറയായിരുന്നു എന്ന് എന്താണെന്ന് എനിക്ക് തോന്നിയത്? ലേഡിയമോ ഈ മാനർക്ക് നുഴഞ്ഞു കയറിയ എല്ലാ ഇലകളെയും ക്ലിയർ ചെയ്തു. ഗുഡ് ജോബ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇനി അവരെ യൂസ് ചെയ്യാൻ പറ്റില്ല. ലേഡിയമോ പോയിസൺ സെക്റ്റ് ഇതുപോലെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സേബർ സെക്റ്റുകാർ നമ്മളെ എങ്ങനെ വിശ്വസിക്കുക? ഏയ്, അതിനെക്കുറിച്ച് ആലോചിച്ച് വെറി ചെയ്യണ്ട. അവരുടെ ചീഫിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ഓർഡർ കിട്ടാതെ നമുക്കെതിരെ അവർ തിരിയാൻ ഒരു ചാൻസും ഇല്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ അക്കാഡമിക്ക് മെസ്സഞ്ചേഴ്സിനെ അയക്കാം, നമ്മുടെ യങ് മാസ്റ്റേഴ്സിനെ തിരികെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അത് വേണ്ട, അവരെ വിട്ടേക്ക്. മൊയോണിന് അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ആലോചിക്കാൻ കുറച്ച് സമയം വേണം. പക്ഷേ യങ് മാസ്റ്ററിന് അതുപോലത്തെ ഒരു സ്ഥലത്ത് നിൽക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. എൻ്റെ മകനെ മറ്റാരെക്കാട്ടിലും നന്നായി എനിക്കറിയാം. അവനെ തന്നെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അവൻ്റെ എനിമി അവനെ പിടികൂടിയത്. പാട്രിയാർക്കിൻ്റെ പൊസിഷൻ ഡിഫിക്കൽട്ടാണെന്നുള്ളത് അവനെ പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇതെന്തായാലും അതിനുള്ളൊരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതിൻ്റെ ഒക്കെ മേലെ നീ നമ്മളുടെ എല്ലാ ആൾക്കാരെയും കൂട്ടിയിട്ട് ആ നശിച്ചവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയണം. അവനെ ടേക്ക് കെയർ ചെയ്തിരുന്ന ആ ഗോഡ് ജോങ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ആ അക്കാഡമിയിൽ നിന്ന് പുറത്തായ ഓരോ സ്റ്റുഡൻസിനെയും കണ്ടുപിടിക്കണം. ഒരു സിംഗിൾ ഡീറ്റെയിൽ പോലും മിസ്സാവാൻ പാടില്ല. നിങ്ങൾ ഓക്കെ അല്ലേ? യെസ്. പക്ഷേ അവൻ എന്നെ ട്രിക്ക് ചെയ്തു. അതിനെന്തായാലും അവൻ തിരിച്ച് പേ ചെയ്യുക തന്നെ വേണം. വെറുതെ ഇരുന്ന് അവനെ വാച്ച് ചെയ്യുന്നത് പോലും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണിപ്പോൾ. മൊയോണിന് പോലും അവനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത്രത്തോളം സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട് അവൻ. ഇനി ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആ 4 സെക്റ്റത്തെയും പിൻഗാമികളും മരിച്ച് 4 ദിവസം കഴിഞ്ഞു. മൊയോൺ ജിയോണും ജിനിയോൺമോവും അവരുടെ ഇൻറ്റേർണൽ എനർജിയൊക്കെ സീൽ ചെയ്ത് ഇപ്പോൾ ഡിറ്റൻഷൻ സെൻറ്ററിൽ ഐസൊലേഷനിലാണ്. അതിനുശേഷം അവൻ്റെ ഫോളോവേഴ്സിൻ്റെ ഇടയിൽ മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. മൈനർ പ്രീസ്റ്റ്ഹുഡിനുള്ള ഫൈറ്റിൽ മൊയോണിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ അവൻ്റെ ഫോളോവേഴ്സൊക്കെ ഇപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് പിന്മാറി. അവൻ്റെ ബാക്കിയുള്ള ഫോളോവേഴ്സിനൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കാരണം ആ അക്കാഡമി കംപ്ലീറ്റ്ലി ഇപ്പോൾ യോഗോൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ അവർ ആ അക്കാഡമിയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് മൊയോണിനെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. മൊയോണിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് 7 സ്റ്റുഡൻസ് ഇറങ്ങി. ഇതുവരെ ആരും സപ്പോർട്ട് ചെയ്യാത്ത ഹൈ റാങ്കിങ് സെക്ടറിലുള്ള 5 സ്റ്റുഡൻസ് യോഗോണിന് അവരുടെ സപ്പോർട്ട് കൊടുത്തു. പക്ഷേ യോഗൂണാണെങ്കിൽ എല്ലാത്തിൻ്റെയും മേലെ ലോയാലിറ്റിയാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്ലഡ്ജിൽ അവന് കൺവിൻസ് ആയില്ല. അതുകൊണ്ട് തന്നെ അവരെ ആരെയും ഫോളോവേഴ്സായിട്ട് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ വാരിയർ ഡാൻസ് സെക്റ്റത്തെ ചക്സമയും ലോ റാങ്കിങ് സി സേബർ സെക്റ്റത്തെ സാഹ്യോംലിയും ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ ലോയാലിറ്റി പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഫോളോവേഴ്സായിട്ട് അക്സെപ്റ്റ് ചെയ്തു. മൈ ലോഡ്, മൊയോൺ ജിയോൻ്റെ ഫോളോവേഴ്സിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മറ്റുള്ള 5 പേരെ നിങ്ങൾക്ക് എടുക്കാമായിരുന്നു. എനിക്ക് മനസ്സിലായി നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടതെന്ന്. പക്ഷേ നിങ്ങൾക്ക് മൈനർ പ്രീസ്റ്റ്ഹുഡ് ആവണമെന്നുണ്ടെങ്കിൽ ഹൈ റാങ്കിങ് സെക്റ്റിലുള്ള 12 ചീഫുമാർ നിങ്ങളോടൊപ്പം വേണം. ആരെയും സപ്പോർട്ട് ചെയ്യാതെ ഇത്രയും കാലം അവരവിടെ നിന്നോ എന്നുള്ള ഫീലൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മളുടെ മിനിമം നമ്പർ തേക്കണമെങ്കിൽ ആ 5 പേരെ നമ്മൾ എടുക്കണം. മൈലോഡ്, ടെഗ്യോമി പറഞ്ഞതിനോട് ഞാനും അഗ്രി ചെയ്യണു. എല്ലാത്തിൻ്റെയും മേലെ നിൽക്കുന്നത് നിങ്ങൾ മൈനർ പ്രീസ്റ്റ്ഹുഡ് ആവുക എന്നുള്ളതാണ്. ഇല്ല, ഞാൻ വേറൊരു വഴി കണ്ടെത്തിക്കോളാം. എന്ത്? പക്ഷേ നിങ്ങൾക്ക് മൈനർ പ്രീസ്റ്റ്ഹുഡ് ആവാൻ ഹൈ റാങ്കിങ് സെക്ടറിലെ 12 ചീഫുമാരെ വേണമെന്ന് ഡെപ്യൂട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ശരിക്കും ഇവിടെ മറ്റൊരു വഴിയുണ്ടോ? ഇന്നു മുതൽ ഞാൻ ഈ അക്കാഡമി വിടുകയാണ്. യോഗോണത് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ ഫോളോവേഴ്സ് എല്ലാവരും ആകെ ഞെട്ടി. പുറത്തേക്ക് പോവുകയെന്ന് ആലോചിച്ചിട്ട്. എനിക്ക് ഈ അക്കാഡമിയിൽ നിന്ന് നേരത്തെ തന്നെ പോകാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ഈ ഫോളോയിങ്ങക്ക് മറ്റുള്ള ആൾക്കാരെയും ജോയിൻ ചെയ്യിക്കണം. അടുത്തത്, നമ്മുടെ പാട്രിയാർക്കും 8 എൽഡർമാരും ഇപ്പോൾ കറൻ്റ്ലി മുരിമിലില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ മെയിൻ സെക്റ്റത്തെ 5 ചീഫ്മാരും ഇപ്പോൾ ഇവിടെ ഇല്ലയെന്നാണോ? മൈ ലോഡ്, നിങ്ങൾ കൂടുതൽ റിസ്ക് ഒന്നും എടുക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഏയ്, നിങ്ങളാരും അതിനെക്കുറിച്ച് ആലോചിച്ച് വേറെ ചെയ്യണ്ട. നമ്മുടെ ലോഡ് ഒറ്റക്കല്ല ഈ അക്കാഡമിയിൽ നിന്ന് പോണത്. വെയിറ്റ്, എന്ത്? അപ്പോൾ നീയും പോവുകയാണോ വാങ്ഹ്യൂൽ? ഞാൻ ഒറ്റക്കല്ല, നമ്മുടെ യങ് ലോഡിൻ്റെ ഒപ്പം ഞാനും പോകുന്നുണ്ട്. നീ മാത്രമല്ല ഗ്യൂ, ഞാനും വരുന്നുണ്ട്. ബേക്കിയുണ്ടോ? അപ്പോൾ 5th എക്സാമിനേഷൻ പാസ്സായ എല്ലാവരും പോവുകയാണോ? സ്കില്ലിൻ്റെ കാര്യത്തിൽ എനിക്കിനിയും കുറേ ദൂരം പോകാനുണ്ട്. പക്ഷേ നമ്മുടെ ലോഡിനെ ഞാനും കെയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും പോകണം യങ് ലോഡിൻ്റെ ഒപ്പം. എനിക്കറിയാം നിങ്ങളെല്ലാവരും എത്രത്തോളം ലോയലാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ അക്കാഡമി വിടുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും മാർഷൽ ആർട്സ് നല്ലോണം കൂട്ടണം എന്നാണ്. ഓ, നമ്മുടെ ലോഡിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും കുറേ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഇങ്ങനത്തെ ഒരു സമയത്തും അദ്ദേഹം ഇപ്പോഴും നമ്മളെ കെയർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും സ്ട്രോങ്ങറായി മാറണം. നമ്മുടെ ലോഡിനെ വിട്ടു പോണതിന് ഹിയോബോങ്ങിന് നല്ല വിഷമമുണ്ടാവും. ഹിയോബോങ് പെട്ടെന്ന് മുന്നേ കണ്ട് വന്ന് നിന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോമിസ് ചെയ്യണു, ഞാൻ നമ്മുടെ ലോഡിനെ നല്ല രീതിക്ക് നോക്കിക്കോളാം. അതുകൊണ്ട് തന്നെ നിങ്ങളാരും അതിനെക്കുറിച്ച് ആലോചിച്ച് വേറെ ചെയ്യണ്ട. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്തോ. അപ്പോൾ ബാക്കിയുള്ള ഫോളോവേഴ്സാണെങ്കിൽ എല്ലാവരും അവനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവൻ എന്ത് ചെയ്യാനാന്നുള്ള രീതിക്കാണ് അവർ നോക്കണത്. ഞാൻ എന്തായാലും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും മൈ ലോഡ്. ഞാൻ എന്തായാലും നിങ്ങളെ ഫോളോ ചെയ്യും. അതുകൊണ്ട് എന്നെ തടയാൻ നിൽക്കരുത് പ്ലീസ്. ഓക്കെ, നമ്മളെല്ലാവരും പോണത് വരെ നീ ഒന്നും പറയാൻ നിൽക്കരുത്. ഞാൻ അവനെ വാൺ ചെയ്ത് വിട്ടതാണല്ലോ. മൈ ലോഡ്, നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളോടത് ചെയ്യാൻ തോന്നിയത്? നിങ്ങൾ ഞങ്ങളെ ഇവിടെ നിർത്തുന്നു, എന്നിട്ട് ഹിയോബോങ്ങിനാണെങ്കിൽ നിങ്ങളൊപ്പം വരാൻ സമ്മതിക്കും ചെയ്യണം. ഇത് നീ സ്വന്തമായിട്ട് തന്നെ ഡീൽ ചെയ്തോ ഹിയോബോങ് ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് മൈലോടെന്ന് വിളിച്ച് അലറുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഫ്ലൈയിങ് ഫാൻറ്റം സെക്റ്റിൻ്റെ മാനറാണ്. രാത്രി 8 മണി. ആ രാത്രി ആണെങ്കിൽ അവിടേക്ക് കുറച്ച് പേരിങ്ങനെ നടന്ന് വരുന്നുണ്ട്. അത് കണ്ടിട്ടാണെങ്കിൽ ആ കാവൽക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക, ആരെ ഈ രാത്രി നേരത്തെ ഇവിടേക്ക് വരുന്നതെന്ന് ആലോചിച്ചിട്ട്. നോക്കുമ്പോൾ അത് യോവോണും അവൻ്റെ ഫോളോവേഴ്സും ആയിരുന്നു. നീ ആരാണ്? നിന്നെ ഇതിന് മുന്നൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് ഇവിടെ എന്താ കാര്യം? നിങ്ങൾ 11th എൽഡർ ഉയ്ഹവാൻ്റെ അടുത്തൊന്ന് പറയൂ, 12th എൽഡർ യോവോൺ ജിയോൺ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് യോവോൺ അവൻ്റെ ജേഡ് മെഡാലി എടുത്ത് കാണിച്ചു കൊടുത്തു. ഗ്രീറ്റിങ്സ് 12th എൽഡർ, നിങ്ങളുടെ മെസ്സേജ് ഞങ്ങൾ ചീഫിൻ്റെ അടുത്ത് പറയാം. 1 മിനിറ്റ് നിൽക്കൂ. ഈ സ്ഥലത്ത് പ്രേതങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ഉള്ളതുപോലൊരു തോന്നൽ. എൻ്റെ ചെറുപ്പത്തിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒപ്പം വന്നപ്പോഴൊന്നും ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ സ്ഥലം എന്തോ പേടിപ്പെടുത്തണ പോലെ ഉണ്ട്. നമ്മുടെ ലോഡിന് അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗ്രാൻഡ് ഫാദർ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. പെട്ടെന്നൊരു ലേഡി വന്നു. ഞാൻ ഫ്ലൈയിങ് ഫാൻറ്റം സെക്റ്റിൻ്റെ ഡയറക്ടർ യായോൺ ന്യൂ. ഇതെന്താ ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, ക്രിംസൺ റെഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇത് ആണാണോ അതോ പെണ്ണാണോ? 12th എൽഡർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടു. അത് നിങ്ങളാണോ സാർ? ഇതാണ് ഞങ്ങളുടെ ലോഡ്. ഓ, എന്നോട് ക്ഷമിക്കണം. ഗ്രീറ്റിങ്സ് 12th എൽഡർ, ഞാൻ യോവോൺ ജിയോൺ. ഞങ്ങളുടെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഗസ്റ്റ് ഹൗസൊക്കെ കൊണ്ടുപോയി റിഫ്രഷ്മെൻറ്റ്സൊക്കെ തന്ന് സ്വീകരിച്ചിരുത്താൻ പറഞ്ഞിട്ട്. വാങ്ഹ്യൂലും പിന്നാലെ കയറാൻ നോക്കുമ്പോഴത്തേന് അവിടുത്തെ ഗാർഡ്സൊക്കെ തടഞ്ഞു നിർത്തി. ഓ, ഞാൻ മറന്നു. ഞങ്ങളുടെ മാസ്റ്റർ നിങ്ങളെ മാത്രം കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത് എൽഡർ ജിയോൺ. പുതിയ ആൾക്കാർ വരുമ്പോൾ ഞങ്ങളുടെ മാസ്റ്റർ വെരി ഷെയ്യാണ്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കണം. ഞാൻ ഈ പറയുന്നത് റൂഡാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളുടെ ലോഡ് അവിടെ സേഫാണെന്ന് എങ്ങനെ ഞങ്ങൾ ഉറപ്പിക്കും? പ്രത്യേകിച്ച് നിങ്ങൾ ഞങ്ങളെ വേർപിരിക്കാനും പാടെ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചീഫ് വെൽ മാനറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരിക്കലും ഈ കൾട്ടത്തെ ഒരു എൽഡറിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്താലോ? നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളെ വരാൻ ഞാൻ അനുവദിക്കാം. കുറേ പേര് വരികയാണെങ്കിൽ ചീഫിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് നല്ലോണം വഴക്ക് കേൾക്കും. എന്ത്, ഒരാളോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോഡിൻ്റെ ഒപ്പം ഞാൻ പോവാം. ശരി, എങ്കിൽ വരൂ, നമുക്ക് പോകാം. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ കുറേയൊക്കെ നമ്മുടെ വൈക്കോലും കൊണ്ട് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെന്നിട്ട് മാസ്കും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് പുറത്ത് മാത്രമാണ് ഇത്ര ക്രീപ്പിന്നാ. ഉള്ളിൽ കയറിയപ്പോൾ അതിലേറെയാണല്ലോ. ചീഫ്, ഞാൻ നമ്മുടെ ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോഴത്തേന് യോവോണും ഗ്യൂവും ആകൊന്ന് ഞെട്ടി.
നോക്കുമ്പോൾ ഒരേപോലത്തെ 7 ആൾക്കാർ. ഇവിടെയുള്ള ഈ 7 പേർക്കും ഒരേ ഫേസാണല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ഒയ്ഹുവാന് സ്കിൻ മാസ്ക് ഉണ്ടാക്കണതിൽ ഭയങ്കര ആളാണെന്ന്. പക്ഷേ ഇത് ഇത്രത്തോളം റിയലിസ്റ്റിക് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവരെല്ലാവരെയും കാണുമ്പോൾ ഒരേപോലത്തെ ആൾക്കാരായി തോന്നുന്നുണ്ട്. വെൽക്കം, ഞാൻ ഫ്ലൈയിങ് ഫാൻറ്റം സെക്റ്റിൻ്റെ ചീഫ് ഒയ്ഹുവാൻ. അത് അങ്കിളാണോ? മൈ ലോഡ്, ഞാൻ പണ്ട് കണ്ടതിലേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ അദ്ദേഹം. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനൊരു മിസ്റ്റീവായിട്ടുള്ള സ്വഭാവം ഉണ്ടെന്ന്. പക്ഷേ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഞാൻ യോവോൺ, പുതിയ 12th എൽഡറാ. ഓ, എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ നമുക്ക് കുറച്ചു നേരം സംസാരിച്ച് റിഫ്രഷ്മെൻ്റ് ഒക്കെ എടുത്തിരിക്കാം. ഞാൻ ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റത്തെ ഗ്യൂമോൺ. ഇത്രയും കാലത്തിന് ശേഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അങ്കിൾ. പെട്ടെന്ന് നോക്കുമ്പോൾ അയാളൊന്ന് സ്റ്റക്കായി, ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. ആ ശരിയാ, കുറേ നാളായല്ലേ. നീ അക്കാഡമിക്ക് കയറുന്നതിന് മുന്നേ നിൻ്റെ ബ്രദറിൻ്റെ ഒപ്പം നിന്നെ കണ്ടതാ. ഇത് കാണുമ്പോൾ നീ എന്തായാലും അത് നല്ല രീതിക്ക് ടേക്ക് കെയർ ഉണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? അതെന്തായാലും എൽഡർ ഒയ്ഹുവാനാണ്. അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ ഞാനൊരു സ്കിൻ മാസ്ക് ഇടുന്ന കാര്യം അറിയുക. എൽഡർ ഹുവാൻ, നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നതെന്ന്? ഓ, അദ്ദേഹം നേരെ കാര്യത്തിലോട്ട് കിടക്കുകയാണല്ലോ. അത് നിങ്ങൾക്ക് എൻ്റെ ജെയ്ഡ് മെഡാലിയൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? ഓ, അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ മൈനർ പ്രീസ്റ്റ്ഹുഡിനുള്ള ഗ്രാൻഡ് ടൂർണമെൻറ്റ് ജയിച്ചു. ഞാൻ വിചാരിക്കുന്നത് അതാവും നിങ്ങൾ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരാനുള്ള കാരണം. മൈനർ പ്രീസ്റ്റ്ഹുഡ് കിട്ടാൻ 2 വഴികളുണ്ട്. ഒന്ന്, ഹൈ റാങ്കിങ് സെക്റ്റിലുള്ള 12 ചീഫ്മാരെ നിങ്ങളുടെ ഒപ്പം കൂട്ടുക. അടുത്തത് 12 എൽഡേഴ്സിൽ 3 എൽഡേഴ്സ് നിങ്ങളെ മൈനർ പ്രീസ്റ്റായിട്ട് അംഗീകരിക്കേണ്ടതാണ്. ഈ ജെയ്ഡ് മെഡാലിയനാണ് എൽഡേഴ്സിനുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ. ഈ മെഡാലിയൻ ഒരു കാൻഡിഡേറ്റിന് ഓഫർ ചെയ്യുകയാണെങ്കിൽ അത് ആ എൽഡർ അവനെ മൈനർ പ്രീസ്റ്റ്ഹുഡായിട്ട് അംഗീകരിക്കേണ്ടതെന്നാണ്. അതുപോലെ തന്നെ ലോയാലിറ്റി പ്ലഡ്ജ് ചെയ്തു തോന്നും. പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റ് മുതൽ നിങ്ങളൊരു ഫെല്ലോ എൽഡറായിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നില്ല. മൈനർ പ്രീസ്റ്റ്ഹുഡിനുള്ളൊരു കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് നിങ്ങളോടൊപ്പം ഒരു പ്രൈവറ്റ് മീറ്റിങ്ങിന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ പെട്ടെന്ന് തന്നെ ഒരു കാൻഡിഡേറ്റായിട്ട് ട്രീറ്റ് ചെയ്യുമായിരുന്നു. എന്ത്? എനിക്കുറപ്പുണ്ട് നിങ്ങൾക്ക് എന്തായാലും അറിയാം, ഈ ജെയ്ഡ് മെഡാലിയൻ നമ്മൾ ആർക്ക് കൊടുത്താലും അവർക്ക് നമ്മളുടെ ലോയാലിറ്റി കൂടിയാണ് ഓഫർ ചെയ്യണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വർത്തിയാണോ എന്ന് ഞങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ നിങ്ങളോട് കുറച്ചു നേരം സംസാരിച്ച് നിങ്ങൾക്ക് നല്ല സമയം തരാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ നേരെ കാര്യത്തിലോട്ട് കടന്നുകൊണ്ട് ഞാൻ എന്തായാലും നേരെ കാര്യത്തിലോട്ട് തന്നെ വരാം. നിങ്ങൾക്ക് 2 ടെസ്റ്റ് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ലാണ്. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഈ സെക്റ്റിൻ്റെ ട്രൂ ചീഫ് ഞങ്ങളിൽ ആരാണെന്ന്? അതെന്തായാലും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സ്കിൻ മാസ്കൊക്കെ പെർഫെക്റ്റായിട്ടാണ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എക്സാക്റ്റ് സെയിമാണ്, റിങ്കിൾസ് മുതൽ ബിയേഡിൻ്റെ ഷേപ്പ് വരെ. എനിക്കറിയില്ല അദ്ദേഹം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ അവരിൽ നിന്ന് പുറപ്പെടുന്ന എനർജി വരെ സെയിം ആയിട്ടുള്ളതാണ്. ഇതിൽ അങ്കിള് പെർഫെക്റ്റായിട്ട് സ്കിൻ മാസ്ക് ഉണ്ടാക്കിയത് മാത്രമല്ല കാര്യം, ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ വർഷങ്ങളോളം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെ പോലെ പെരുമാറാൻ വേണ്ടിയിട്ട്. ഭയങ്കര സെൻസുള്ള ആൾക്ക് പോലും ഇതിൽ ഒറിജിനൽ ഏതാ ഫേക്ക് ഏതാന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ തന്നെ കണ്ടുപിടിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. നമുക്ക് കുറച്ചു നേരം ചായയൊക്കെ കുടിച്ച് റിഫ്രഷ്മെൻ്റായിട്ട് സംസാരിച്ച് ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചു. അത് കേട്ടപ്പോൾ തന്നെ അയാളൊന്ന് ഞെട്ടി, ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചോ എന്നുള്ള രീതിക്ക്. എന്നിട്ട് നേരെ യോവോണ് സൈഡിൽ നിന്നിരുന്ന ആ യായോന്യൂനെ നോക്കി. അവരാണെങ്കിൽ ഇത് ഇന്നയാണോ അതോ ബേക്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന രീതിക്ക് തിരിഞ്ഞിങ്ങനെ നോക്കുക. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അത് ഞാനാണെന്നാണോ? അപ്പോൾ തൽക്കാലത്തിന് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ഇനി ഇതിന് ശേഷം ഒരു കിടിലൻ ഫൈറ്റൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും മറക്കാതെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ ബൈ.